ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ദ സി എ അനലിസ്റ്റിന്റെ മറ്റൊരു യൂട്യൂബ് കറണ്ട് അഫേഴ്സ് സെഷനിലേക്ക് ഹൃദ്യമായ ഹാർദമായ സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കഴിഞ്ഞ മാസം നമ്മുടെ മെയ് മാസം നടന്നിട്ടുള്ള കേരള PSCയുടെ പ്രധാനപ്പെട്ട ഒരു 5 പരീക്ഷകളുണ്ട്. ആ 5 പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ള കറണ്ട് അഫെയർ ക്വസ്റ്റ്യൻ ഏകദേശം 50-ന് മുകളിൽ ചോദ്യമുണ്ട്. ഈ 50-ന് മുകളിൽ ചോദ്യത്തിൽ കുറേ കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി തന്നെ നമ്മൾ പലപ്പോഴും പഠിപ്പിച്ചതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഞാൻ സൈലം PSC പ്ലാറ്റ്ഫോമിൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലാസ് എടുക്കുന്നുണ്ട്. സൈലത്തിലും ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോൾ സൈലത്തിലും അതുപോലെ തന്നെ നമ്മുടെ പ്ലാറ്റ്ഫോമിലും നമ്മൾ പഠിപ്പിച്ച കണ്ടന്റ് എല്ലാം തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, കൃത്യമായി കഴിഞ്ഞ പരീക്ഷകളിൽ ചോദിച്ചിട്ടുണ്ട്. അത് വെറുതെ പറഞ്ഞു പോവുക മാത്രമല്ല ഞാൻ ചെയ്യുന്നത്. നമുക്ക് കൃത്യമായിട്ട് തെളിവ് സഹിതം നമുക്ക് എന്ത് ചെയ്യാം, ഓരോ പരീക്ഷയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ചെക്ക് ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത്. പ്രധാനപ്പെട്ട എല്ലാ ക്വസ്റ്റ്യൻസും ചോദിച്ച കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഇന്നിപ്പോ ഇവിടെ ഈ നിമിഷം ഡിസ്കസ് ചെയ്യാനായിട്ട് പോവാണ്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. യെസ്, ആദ്യം നടന്നത് അറ്റൻഡർ മെയിൻസ് പരീക്ഷ 10/5/2026 മെയ് മാസം 10-ാം തീയതി നടന്ന അറ്റൻഡർ മെയിൻസ് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ആദ്യം എന്ത് ചെയ്യാൻ പോകുന്നത്, ആ ഒരു ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യ ചോദ്യം കിടക്കാം. ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ ഗ്രീൻഫീൽഡ് വിമാനത്താവളം നിലവിൽ വന്നത് എവിടെ എന്നാണ് ചോദ്യം. അവിടെ കൃത്യമായി അവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്. എവിടെയാണ്? യെസ്, നവി മുംബൈ. കണ്ടോ, നവി മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളം നമ്മുടെ സൈലം PSCയിൽ നമ്മൾ കൊടുത്തിട്ടുള്ള കണ്ടന്റിൽ ഒന്നാണ്. അപ്പോൾ നവി മുംബൈ ഇന്റർനാഷണൽ എയർപോർട്ട് അതൊരു മന്ത്ലി വേസ് കണ്ടന്റ് ആണ്. അപ്പോൾ നമ്മൾ 2025-ലെയും 2024-ലെയും കണ്ടന്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ചോദിച്ചൊരു ചോദ്യമാണ് നവി മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളം. കൃത്യമായി ആ ക്വസ്റ്റ്യൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ ചോദിച്ചിട്ടുണ്ട്. നവി മുംബൈ ഇന്ത്യയിലെ തന്നെ ആദ്യ ഡിജിറ്റൽ ഗ്രീൻഫീൽഡ് വിമാനത്താവളം ഏത് എന്ന് ചോദിച്ചപ്പോൾ ഏതാണ്? അത് നവി മുംബൈ ആണ്. നവി മുംബൈ ആണെന്ന കാര്യം എന്ത് ചെയ്യുക, അവിടെ ഓർത്തു വെച്ചേക്കാം. അടുത്ത പോയിന്റിലേക്ക് നമുക്ക് വരാം. ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇത് ഞാൻ നമ്മുടെ CA അനലിസ്റ്റിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അപ്പോയിന്റ്മെന്റ്സ് നിയമനങ്ങൾ എന്നൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അവിടെയും പറഞ്ഞിട്ടുള്ളതാണ്, ഇവിടെയും പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇവിടെ തെളിവായിട്ട് എടുത്തിട്ടുള്ളത് ആ ഒരു സൈലത്തിൽ നമ്മൾ പഠിപ്പിച്ച കണ്ടന്റ് ആണ് ഞാൻ തെളിവായിട്ട് എടുത്തിട്ടുള്ളത്. ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആര് എന്നാണ് ചോദ്യം. ആരാണ് അത്? ജ്ഞാനേഷ് കുമാറാണ് അല്ലേ, ശ്രീ ജ്ഞാനേഷ് കുമാറാണ്. ശ്രീ ജ്ഞാനേഷ് കുമാറാണ്. നോക്കണേ, അത് പറഞ്ഞപ്പോൾ ഇവിടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ V രാമസുബ്രഹ്മണ്യൻ, അതുപോലെ തന്നെ വിവരാവകാശ കമ്മീഷൻ രാജ്കുമാർ ഗോയലാണ്. വനിതാ കമ്മീഷൻ വിജയ് കിഷോർ, അതും അടുത്തിടെ ചോദിച്ചു. മുഖ്യ ബാലാവകാശ കമ്മീഷൻ തൃപ്തി ഗുഹ. ഞാൻ ജസ്റ്റ് അവിടെ പറഞ്ഞു വെച്ചു എന്നേ ഉള്ളൂ. അടുത്തതിലോട്ട് നമുക്ക് പോവാം. അപ്പോൾ ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരെന്ന് വെച്ചാൽ ആരാണ്? അത് ജ്ഞാനേഷ് കുമാറാണ്. ജ്ഞാനേഷ് കുമാർ ആണെന്ന കാര്യം എന്ത് ചെയ്യുക, ഓർത്തു വെച്ചേക്കുക. അടുത്തിലോട്ട് പോവാം. മലയാള സിനിമയിലെ സമഗ്ര സംഭാവനയ്ക്ക് 2023-ലെ JC ഡാനിയൽ പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ആര്? നമ്മൾ സാഹിത്യ പുരസ്കാരങ്ങൾ എന്നൊരു ടോപ്പിക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. ആ ടോപ്പിക്കിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് ഈ പറയുന്ന സൈലത്തിലെ ആ ഒരു കണ്ടന്റ് ആണ്. നോക്കിയേ, കൃത്യമായി അവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്. 2023-ലാണ് 2023-ലെ JC ഡാനിയൽ പുരസ്കാരം നേടിയത് അത് ഷാജി N കരുണാണ്. 2024 നേടിയത് ആരാണ്? അതാണ് ശാരദ. അത് നമ്മൾ കൃത്യമായി അവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മൾ സാഹിത്യ പുരസ്കാരം CA അനലിസ്റ്റിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് പോയി കാണുമ്പോഴത്തേന് ആ ഏരിയ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കവർ ചെയ്യാനായിട്ട് പറ്റും. എഴുത്തച്ഛനും വള്ളത്തോളും അതുപോലെ തന്നെ വയലാറും ഒക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് അവിടെ കിട്ടി. അടുത്ത പോയിന്റിലേക്ക് നമുക്ക് വരാം. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് JC ഡാനിയലിനെ പറ്റി പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, മലയാള സിനിമാ മേഖലയിലെ പരമോന്നതമായ പുരസ്കാരമാണെന്ത്, ഈ പറയുന്ന JC ഡാനിയൽ പുരസ്കാരം എന്ന് പറയുന്നത്. അടുത്തത് 2025 അധ്യയന വർഷത്തെ കേരള സ്കൂൾ ഒളിമ്പിക്സിന്റെ ബ്രാൻഡ് അംബാസഡറായി തിരഞ്ഞെടുക്കപ്പെട്ട കായിക താരമാര് എന്നാണ് ചോദ്യം. യെസ് അതായത് കേരള സ്കൂൾ ഒളിമ്പിക്സ് എന്നായിരുന്നു ഈ 4 വർഷത്തിൽ നമ്മുടെ ഒളിമ്പിക്സിന് സമാനമായിട്ട് ഒരു ഗെയിംസ് നടത്താൻ തീരുമാനിച്ചു നമ്മുടെ കേരള സർക്കാർ. ഒടുവിൽ പിന്നീട് പണി കിട്ടുമെന്ന് അറിഞ്ഞപ്പോൾ കേരള ഒളിമ്പിക്സ് എന്ന പേര് അവർ മാറ്റുന്നുണ്ട്. എന്നിട്ട് കേരള സ്കൂൾ സ്പോർട്സ് മീറ്റ്, കേരള സ്കൂൾ സ്പോർട്സ് മീറ്റ് എന്ന് അതിനെ എന്ത് ചെയ്യുന്നുണ്ട്, റീനെയിം ചെയ്യുന്നുണ്ട്. അപ്പൊ 2025 അധ്യയന വർഷത്തെ കേരള സ്കൂൾ ഒളിമ്പിക്സിന്റെ ബ്രാൻഡ് അംബാസഡറായി നിയമിക്കപ്പെട്ടത് ആരെന്ന് വെച്ചാൽ ആരാണ്? അത് മറ്റാരുമല്ല, നമ്മുടെ പ്രിയപ്പെട്ട സഞ്ജു V സാംസൺ ആണ്. ഇവിടെ നോക്കിയേ, 2025-ലെ 67ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ഭാഗ്യചിഹ്നം തങ്കു എന്ന മുയലാണ്. എവിടെ വെച്ച് നടന്നു? ട്രിവാൻഡ്രത്ത് വെച്ചാണ് നടക്കുന്നത്.
വിജയികളായി മാറിയത് ആര് തന്നെ? ട്രിവാൻഡ്രം തന്നെയാണ് വിജയികളായി മാറുന്നത്. അവിടെ ബ്രാൻഡ് അംബാസഡർ ആരാണ്? സഞ്ജു വി സാംസൺ ആണ്. സഞ്ജു വി സാംസൺ ആണെന്ന കാര്യം എന്ത് ചെയ്യുക? അവിടെ എന്ത് ചെയ്യുക? ഒന്ന് ഓർത്ത് വച്ചേക്കുക. അടുത്തിലോട്ട് നമുക്ക് പോകുന്നു. 2025 ICC വനിതാ ലോകകപ്പ്, ICC വിമൺസ് വേൾഡ് കപ്പിൽ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ ആര് എന്നാണ് ചോദ്യം. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ വിമൺസ് വേൾഡ് കപ്പ് ഇതിൽ ചെയ്തിട്ടുണ്ട്. CA അനലിസ്റ്റിൽ തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ വിമൺസ് വേൾഡ് കപ്പ് എന്ന ടോപ്പിക് ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റിൽ സ്പോർട്സിനകത്തുനിന്ന് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ കയറുമ്പോൾ നമുക്ക് ആ പോയിന്റ് അവിടെ കിട്ടും. അപ്പോൾ ഇത്തവണ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് വനിതകൾ വിശ്വകിരീടത്തിൽ മുത്തമിട്ടു. അങ്ങനെ ചരിത്രത്തിൽ വിശ്വകിരീടത്തിൽ മുത്തമിട്ടപ്പോൾ ആദ്യ കിരീടം ഏറ്റുവാങ്ങാൻ ഭാഗ്യം ലഭിച്ചത് ഇന്ത്യക്ക് വേണ്ടി ഈ പറയുന്ന ഹർമൻപ്രീത് കൗർ ആണ്. ഹർമൻപ്രീത് കൗർ ആണ് ഇന്ത്യൻ വിമൻസ് ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റനാണ് ഹർമൻപ്രീത് കൗർ. സ്മൃതി മന്ദാന വൈസ് ക്യാപ്റ്റൻ. സ്മൃതി മന്ദാന എന്തായിരുന്നു? ആ ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ ആയിരുന്നു സ്മൃതി മന്ദാന. അതുപോലെ തന്നെ ഷഫാലി വർമ്മയായിരുന്നു ഫൈനലിലെ താരം. ഫൈനലിലെ താരം ഷഫാലി വർമ്മയും ഓക്കെ എന്ന കാര്യം എന്ത് ചെയ്യുക? അവിടെ ഓർത്ത് വെച്ചേക്ക്. ഇവിടെ നമ്മൾ പറഞ്ഞപ്പോൾ 8 ടീമുകൾ പങ്കെടുത്തുന്ന പോയിന്റ് ഇവിടെ ഉണ്ട്. ഞാൻ ഡീറ്റെയിൽ ഒന്നും പറയുന്നില്ല, ജസ്റ്റ് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. എത്ര ക്വസ്റ്റ്യൻ, നമ്മൾ 50ഓളം ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഓടിച്ച് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. ആകെ ടീമുകൾ 8, മത്സരങ്ങൾ 31. DY പട്ടേൽ സ്റ്റേഡിയത്തിലാണ് നടന്നത്. വിജയികൾ ഇന്ത്യ വിജയിച്ച റൺസിന് 52 റൺസിനായിരുന്നു ഇന്ത്യയുടെ വിജയം. ആരെ പരാജയപ്പെടുത്തിക്കൊണ്ട്? ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തിക്കൊണ്ട് കപ്പടിക്കുന്നു. ഇന്ത്യൻ ടീമിന്റെ കോച്ചിന്റെ പേര് അമോൽ മസുംദാർ. സൗത്ത് ആഫ്രിക്കൻ ടീമിന്റെ ക്യാപ്റ്റൻ ലോറ വോൾവാർഡ്. ഇവര് സെമി ഫൈനലിലും അതുപോലെ തന്നെ ഫൈനലിലും കപ്പടിച്ചു എന്ന കാര്യം ഓർക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് വരാം. സെമി ഫൈനലിലും ഫൈനലിലും സെഞ്ചുറി നേടിയ താരമാണെന്ന പോയിന്റ് കൂടി എന്ത് ചെയ്യുക? അവിടെ ഓർത്ത് വെച്ചേക്കുക. അടുത്തത് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം. മലയാള സിനിമാ മേഖലയിൽ ഒരു താരത്തിന് നൽകുന്ന പരമോന്നതമായ ബഹുമതിയാണ് മലയാളമല്ല, ഇന്ത്യൻ സിനിമാ മേഖലയിൽ നൽകുന്ന പരമോന്നതമായ പുരസ്കാരം. ഇന്ത്യൻ ചലച്ചിത്ര മേഖലയിൽ നൽകുന്ന പരമോന്നതമായ പുരസ്കാരമാണ് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം. JC ഡാനിയലാണ് മലയാള സിനിമാ മേഖലയിലെ പരമോന്നതമായ പുരസ്കാരം JC ഡാനിയൽ പുരസ്കാരവും ഇന്ത്യൻ സിനിമാ മേഖലയിലെ പരമോന്നതമായ പുരസ്കാരമാണ് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം എന്ന കാര്യം എന്ത് ചെയ്യുക? ഓർക്കുക. നമുക്ക് എല്ലാവർക്കും അറിയാം. അത് 2023 നേടിയത് മറ്റാരുമല്ല, നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടനാണ്, മോഹൻലാലിനാണ്. അദ്ദേഹം 55ാമത് ജേതാവാണ്. ഈ പുരസ്കാരം നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയും നമ്മുടെ ലാലേട്ടനാണ്. പുരസ്കാരം നേടുന്ന 2ാമത്തെ മലയാളി. അപ്പൊ ആദ്യ മലയാളി ആര് എന്നറിയണം. ആദ്യ മലയാളി മറ്റാരുമല്ല, അത് അടൂർ ഗോപാലകൃഷ്ണനാണ്. 2004 അടൂർ ഗോപാലകൃഷ്ണന് ഈ പറയുന്ന ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിക്കുന്നത്. ഇനി അമിതാഭ് ബച്ചന് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അത് 50ാമത് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാര ജേതാവാണ് അമിതാഭ് ബച്ചൻ. അടുത്തിലോട്ട് പോവാണ്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം സന്ദർശിക്കുന്ന ആദ്യത്തെ ISRO ബഹിരാകാശ യാത്രികൻ ആര് എന്നാണ് ചോദ്യം. ഇത് നമ്മൾ ആക്സിയം മിഷൻ 4 എന്ന് പറയുന്ന ടോപ്പിക്ക് നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ CA അനലിസ്റ്റിൽ നമ്മുടെ സയൻസ് ആൻഡ് ടെക് എടുക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാം. അവിടെ നമ്മൾ കൃത്യമായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആരാണ്? നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ അത് ശുഭാൻഷു ശുക്ലയാണ്. പഠിപ്പിച്ച കണ്ടന്റ് ആണ്. ശുഭാൻഷു ശുക്ലയെ പറ്റി പറയുമ്പോൾ അതിന്റെ സ്വദേശം ലക്നൗ ആണ്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യ ഇന്ത്യക്കാരനാണ്. ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യ ഇന്ത്യക്കാരൻ. എന്നാൽ ബഹിരാകാശത്ത് പോകുന്ന 2ാമത്തെ ഇന്ത്യക്കാരൻ ആർക്ക് ശേഷം? നമ്മുടെ രാകേഷ് ശർമ്മയ്ക്ക് ശേഷം എന്ന കാര്യം എന്ത് ചെയ്യുക? ഓർക്കുക. രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ബഹിരാകാശ യാത്ര ഇന്ത്യക്കാരൻ. ബഹിരാകാശത്തിലെത്തുന്ന 634ാമത്തെ സഞ്ചാരിയാണ്. ശുഭാൻഷു ശുക്ല ബഹിരാകാശത്തിലേക്ക് ഒരു കളിപ്പാട്ടം കൊണ്ടുപോകുന്നുണ്ട്. കളിപ്പാട്ടത്തിന്റെ പേര് ജോയ് എന്ന് പറയുന്ന ഒരു കളിപ്പാട്ടം അദ്ദേഹം കൊണ്ടുപോകുന്നുണ്ട് എന്ന കാര്യമൊക്കെ കൃത്യമായി ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? അവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. കാണാത്തവർ ആ ക്ലാസ് പോയി കാണുക. വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ആക്സിയം മിഷൻ 4. അടുത്ത പോയിന്റിലേക്ക് വരാം. ഒരുപാട് തവണ പറഞ്ഞൊരു കണ്ടന്റ് ആണിത്. നമ്മൾ നമ്മുടെ ഇറാൻ യുദ്ധം പഠിപ്പിച്ച സമയത്തും കൃത്യമായി പറഞ്ഞു വെച്ചതാണ് ഈ ഓപ്പറേഷൻസിനെ പറ്റി. ഓപ്പറേഷൻ സിന്ദൂർ ഞാൻ പഠിപ്പിച്ചപ്പോഴും അവിടെയും ഞാൻ പറഞ്ഞിട്ടുണ്ട്. റഷ്യ ഉക്രൈൻ സംഘർഷത്തിൽ കുടുങ്ങിപ്പോയ ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ വെച്ച ദൗത്യമാണ് ഈ പറയുന്ന ഓപ്പറേഷൻ ഗംഗ. അപ്പോൾ മറ്റു ഓപ്പറേഷനുകളൊക്കെ കൃത്യമായിട്ട് ഞാൻ പലപ്പോഴായിട്ട് ക്ലാസ്സിൽ പറഞ്ഞു വെച്ചിട്ടുള്ളതാണ്. ഞാൻ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഡിഗ്രി പ്രിലിംസിൻ്റെ നമ്മൾ ഒരു സീരീസ് ചെയ്തിരുന്നു. ആ സീരീസിനകത്ത് ഓപ്പറേഷൻസ് കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടുത്ത പോയിന്റിലേക്ക് വരാം. ആഗോള കത്തോലിക്ക സഭയുടെ ഇപ്പോൾ തന്നെ ഇതൊരു മന്ത്ലി വൈസ് ഫാക്റ്റ് ആണ്. മന്ത്ലി വൈസ് കണ്ടന്റ് ആണ്. 2025 ഫാക്റ്റ് ആണ്. നമ്മുടെ
ഇതിനു മുൻപ് പോപ്പ് ഫ്രാൻസിസ് മാർപ്പാപ്പ മരണപ്പെട്ടപ്പോൾ അതിനു പകരം പുതിയ ആൾ വന്ന വ്യക്തിയാണ്. ആഗോള കത്തോലിക്ക സഭയുടെ ഇപ്പോഴത്തെ അധ്യക്ഷനാര് എന്ന് ചോദിച്ചപ്പോൾ ആരാണ്? അത് ഓപ്ഷൻ ബി, ലിയോ 14. ലിയോ 14 ആഗോള കത്തോലിക്ക സഭയുടെ മാർപ്പാപ്പ ലിയോ 14. അതിന്റെ ശരിക്കുള്ള പേര് കർദിനാൾ റോബർട്ട് ഫ്രാൻസിസ് പ്രൊവസ്റ്റ് എന്നാണ് ഇതിന്റെ ശരിക്കുള്ള പേര്. ആഗോള കത്തോലിക്ക സഭയുടെ 267 എത്രാമത്തെയാ? 267 മാർപ്പാപ്പയാണ് അദ്ദേഹം. US-ൽ നിന്നുള്ള, അമേരിക്കയിൽ നിന്നുള്ള ആദ്യ മാർപ്പാപ്പ. US-ലും പെറുവിലും അദ്ദേഹത്തിന് പൗരത്വം ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ പഴയ നമ്മുടെ പോപ്പ് ഫ്രാൻസിസ് മരണപ്പെട്ടത് എന്ന് ഓർത്താ പറയണം. എന്നാണ്? 2025 ഏപ്രിൽ മാസം 21 പോപ്പ് ഫ്രാൻസിസ് മരണപ്പെടുന്നത്. ഇതിന്റെ സ്വദേശം അർജന്റീനയാണ്. അടുത്തിലോട്ട് വരാം. ആദ്യ ബ്രിക്സ് യുവജനോത്സവത്തിന്റെ വേദി. കിട്ടാൻ പാടായിട്ടുള്ളൊരു കണ്ടന്റ് ആണിത്. കൃത്യമായി മന്ത്ലി വൈസ് ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ മാത്രമേ ഇത് കിട്ടത്തുള്ളൂ. അപ്പൊ ആദ്യ ബ്രിക്സ് യുവജനോത്സവത്തിന്റെ വേദി എവിടെയെന്ന് വെച്ചപ്പോൾ നമ്മൾ എവിടെയാണ്? അത് ഈ പറയുന്ന റഷ്യയിലാണ്. നോക്ക്, കൃത്യമായിട്ട് നമ്മൾ അവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. മന്ത്ലി വൈസ് കണ്ടന്റ് ആണിത്. അപ്പൊ ആദ്യ ബ്രിക്സ് യുവജനോത്സവത്തിന്റെ വേദി റഷ്യ. അങ്ങനെയെങ്കിൽ 2026 ബ്രിക്സിന്റെ വേദി മടി കൂടാതെ ആൻസർ ചെയ്യണം, ഇന്ത്യയാണ്. 2026 ബ്രിക്സിന്റെ വേദി എവിടെയാ? അത് ഇന്ത്യ ആണെന്ന കാര്യം അവിടെ ഓർക്കുക. അവിടെ 2 പോയിന്റ് ഉണ്ട്. BCCയുടെ നിലവിലത്തെ പ്രസിഡന്റ് ആരെന്ന് പറഞ്ഞിട്ടുണ്ട്? മിഥുൻ മൻഹാസ് ആണ്. ഓക്കെ. അതുപോലെ തന്നെ രാജ്യത്തെ തന്നെ ആദ്യ ഡിജിറ്റൽ കുടുംബ കോടതി പ്രവർത്തനം ആരംഭിച്ചത് ശാസ്താംകോട്ടയിലാണ്. ഇത് 2025 ഫാക്റ്റ് ആണ് കേട്ടോ. അടുത്തോട്ട് വരാം. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്ന് പ്രതിസന്ധിയിലായ വയനാട് ടൂറിസത്തെ തിരികെ പിടിക്കാൻ ലക്ഷ്യം വെച്ചുകൊണ്ട് ടൂറിസം വകുപ്പ് ആരംഭിച്ച ക്യാമ്പയിനിന്റെ പേരെന്ത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ് എൻ്റെ കേരളം എന്നും സുന്ദരം. എൻ്റെ കേരളം എന്നും സുന്ദരമാണ്. എൻ്റെ കേരളം എന്നും സുന്ദരം എന്നുള്ളതാണ്. എൻ്റെ കേരളം എന്നും സുന്ദരം. അപ്പോൾ അടുത്തതിലോട്ട് നമുക്ക് പോവാം. 2024 2020 വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണിത്. 2024 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ യഥാക്രമം പ്ലെയർ ഓഫ് ദി സീരീസ്, പ്ലെയർ ഓഫ് ദി മാച്ച് എന്നിവയായി തിരഞ്ഞെടുക്കപ്പെട്ട കായിക താരങ്ങൾ ആരൊക്കെ? 2024 ഫാക്റ്റ് ആണ്. നമ്മൾ സൈലത്തിൽ എടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ പറഞ്ഞിട്ടില്ല, കാരണം നമ്മൾ 3 മാസമേ ആയിട്ടുള്ളൂ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ അന്ന് ഫൈനലിലെ താരം വിരാട് കോഹ്ലി ആയിരുന്നു, ടൂർണമെന്റിലെ താരം ജസ്പ്രീത് ബുംറ. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് യഥാക്രമം പ്ലെയർ ഓഫ് ദി സീരീസ് ആരാണ്? ബൂംറയാണ്. അപ്പോൾ ജസ്പ്രീത് ബുംറയും അതുപോലെ തന്നെ വിരാട് കോഹ്ലി. ഓപ്ഷൻ എ ആണ് ആൻസർ. ഓക്കെ അല്ലേ? അടുത്തിലോട്ട് പോവാം നമുക്ക്. ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ തീവ്രവാദികൾ നടത്തിയ ആക്രമണത്തിന് എതിരായി ഇന്ത്യൻ സൈന്യം നടത്തിയ മിലിറ്ററി ഓപ്പറേഷന്റെ പേരെന്ത് എന്നാണ് ചോദ്യം. അപ്പൊ ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ തീവ്രവാദികൾ നടത്തിയ ആക്രമണത്തിനെതിരായി ഇന്ത്യൻ സൈന്യം നടത്തിയ മിലിറ്ററി ഓപ്പറേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം, ഓപ്പറേഷൻ സിന്ദൂർ എന്നാണ്. ഓപ്പറേഷൻ സിന്ദൂർ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ സൈലത്തിൽ തന്നെ നമ്മുടെ CLS തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ക്ലാസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അത് ഓപ്പറേഷൻ സിന്ദൂർ ആണ്. ഓപ്പറേഷൻ സിന്ദൂർ ആണ്. ദെൻ സ്ത്രീ സുരക്ഷ ലക്ഷ്യമാക്കിക്കൊണ്ട് കേരള സർക്കാർ നടപ്പിലാക്കിയിരുന്ന പദ്ധതി നമുക്ക് ഓപ്ഷൻ കാണുമ്പോൾ തന്നെ നമുക്ക് ആൻസർ ചെയ്യാം, അത് നിർഭയയാണ്. അപ്പൊ സ്ത്രീ സുരക്ഷ ലക്ഷ്യം വെച്ചുകൊണ്ട് കേരളത്തിലെ സർക്കാർ നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് നിർഭയ സ്കീം. അടുത്തിലോട്ട് നമുക്ക് വരാം. കുഷ്ഠരോഗം. യെസ്, കുഷ്ഠരോഗം കുട്ടികളിൽ രോഗാരംഭത്തിൽ തന്നെ കണ്ടെത്തി രോഗനിവാരണം വരുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ച സർക്കാരിന്റെ പദ്ധതി ഏത് എന്നാണ് ചോദ്യം. അത് ബാലമിത്ര എന്നാണ്. അപ്പോൾ 2 തെറ്റാൻ ചാൻസ് ഉള്ള 2 പദ്ധതികൾ ഞാൻ ഇവിടെ പറയുകയാണ്. ഒന്ന് അശ്വമേധവും അതുപോലെ തന്നെ ബാലമിത്രവും. എന്താണ് വ്യത്യാസം എന്ന് നമുക്ക് നോക്കാം. ഇവിടെ ബാലമിത്ര നമ്മൾ കൃത്യമായി പറഞ്ഞു. എന്താ? 2025 കൂടി കുഷ്ഠരോഗ നിർമ്മാർജ്ജനം എന്ന സുസ്ഥിര വികസനം ലക്ഷ്യം കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി അങ്കണവാടി കുട്ടികളിലെ കുഷ്ഠരോഗം നേരത്തെ കണ്ടെത്തുന്നതിന് വേണ്ടി ആരോഗ്യവകുപ്പ് ആരംഭിച്ച പദ്ധതി. അപ്പോൾ ബാലമിത്രം എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ബാലന്മാർ, കുട്ടികളാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ കുട്ടികളിലെ, അങ്കണവാടിയിലെ കുട്ടികളുടെ ഈ പറയുന്ന കുഷ്ഠരോഗം നേരത്തെ തന്നെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ, കണ്ടെത്തുന്നതിന് വേണ്ടി ആരോഗ്യവകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ബാലമിത്ര എന്ന് പറയുന്ന പദ്ധതി. എന്നാൽ അശ്വമേധം എന്താ? കുഷ്ഠരോഗികളെ കണ്ടെത്താൻ, അവിടെ കുട്ടികളെ കേസല്ല പറയുന്നത്, ടോട്ടാലിറ്റിയാ പറയുന്നത്. അശ്വമേധം കുഷ്ഠരോഗികളെ കണ്ടെത്താനും അവർക്ക് ചികിത്സ നൽകാനുള്ള പദ്ധതി അല്ലേ? അപ്പൊ കുഷ്ഠരോഗികളെ കണ്ടെത്താനും അവർക്ക് ചികിത്സ നൽകാനുമുള്ള പദ്ധതിയാണ് അശ്വമേധം എന്ന് പറയുന്ന പദ്ധതി എന്ന കാര്യം എന്ത് ചെയ്യുക, അവിടെ ഓർക്കുക. അപ്പോൾ അത് ക്ലാരിറ്റി ആയി. അടുത്തതിലോട്ട് പോവാം. യെസ്, കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മേൽനോട്ടം വഹിക്കുന്ന സംരംഭങ്ങളും
അവയുടെ ലക്ഷ്യങ്ങളും ചുവടെ നൽകിയിരിക്കുന്ന ഓരോ സംരംഭത്തിന്റെയും ലക്ഷ്യത്തെ സൂചിപ്പിക്കുന്ന ഓപ്ഷൻ കണ്ടെത്തുക എന്നാണ് ചോദ്യം. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. അതിനെ എന്ത് ചെയ്യുക, അപ്പുറത്തെ സ്റ്റേറ്റ്മെന്റുമായിട്ട് കണക്ട് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. നമുക്ക് നോക്കാം. ഇവിടെ ഓപ്ഷൻ കാണുമ്പോൾ തന്നെ നമുക്ക് കിട്ടും. ഒന്ന് സുഭോജനം, ഭോജനവുമായി ബന്ധപ്പെട്ടതാണ്. എന്താണ്? യെസ്, ഫസ്റ്റ് ഓപ്ഷൻ തന്നെയാണ്. ശുചിത്വമുള്ളതും സംരക്ഷിതവുമായ ഭക്ഷണം വിതരണം ഉറപ്പാക്കുക. ശരിയാണ്. അപ്പോൾ 1 A ആണെന്ന് കണക്ട് ചെയ്യാം. 1 A ആണെന്ന് കണക്ട് ചെയ്യാം. അടുത്ത 2, രണ്ടാമത്തെ നോക്കിയ രണ്ടാമത്തത് ആശ്വാസ്. ആശ്വാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൃക്ക രോഗികൾക്കാണ്. വൃക്ക രോഗികൾക്ക് സൗജന്യ ഡയാലിസ് നടത്തുന്ന പദ്ധതിയാണ് ആശ്വാസം, അല്ലെങ്കിൽ അതിനെ സമാശ്വാസം എന്ന് വിളിക്കാറുണ്ട്. ആശ്വാസം അഥവാ സമാശ്വാസം എന്നും അതിനെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, വിളിക്കാറുണ്ട്. അപ്പോൾ രണ്ടാമത്തെ ഓപ്ഷൻ ഡി ആണെന്ന് വരാം. ഇനി 3ലേക്ക് വരാം. ഇനി ഞാൻ ഒഴുകട്ടെ. ഇത് കേട്ടിട്ടില്ലാത്ത ഒരാൾക്ക് പോലും ഓപ്ഷൻ കിട്ടും. നീർച്ചാലുകളുടെ ശൃംഖല അല്ലെങ്കിൽ നീർച്ചാലുകളുടെ ജനകീയ വീണ്ടെടുപ്പ്, അതാണ് ഓപ്ഷൻ 3 വരുമ്പോൾ ഓപ്ഷൻ ബി ആണ് വരിക. ഇനി അടുത്ത ഓപ്ഷൻ 4 വരുമ്പോൾ പച്ചത്തുരുത്ത്. നോക്കി, ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ്. തരിശു സ്ഥലങ്ങൾ കണ്ടെത്തി സ്വാഭാവിക ജൈവ വൈവിധ്യ പ്രദേശങ്ങളാക്കി മാറ്റി സംരക്ഷിക്കുക. 4 ഓപ്ഷൻ സി ആണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ആൻസർ ആയിട്ട് വരിക 1 A, 2 D, 3 B, 4 C. നമുക്ക് ആൻസർ ഓപ്ഷൻ സി എന്ന നിഗമനത്തിൽ നമുക്ക് എത്തിച്ചേരാം. ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത പോയിന്റിലേക്ക് വരുന്നത് നൊബേലുമായി ബന്ധപ്പെട്ടതാണ്. ഇവിടെ ചോദിച്ചത് ഇപ്പൊ 2025 നൊബേൽ വരെ പ്രഖ്യാപിച്ചു, പക്ഷെ ചോദിച്ചത് 2023 നൊബേലാണ്. അപ്പൊ ചിലർ ചോദിക്കും, സാറേ 2023 ഇനി പഠിക്കണോ എന്നൊക്കെ ചില ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ അവിടെ സെലക്റ്റീവായിട്ട് പഠിച്ചാൽ മതി. ഞാൻ എപ്പോഴും പറയാം, നിങ്ങൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള 2 വർഷത്തെ പഠിച്ചാൽ മതി. ഇനി 3ാമത്തെ വർഷത്തിലേക്ക് കടക്കുകയാണെങ്കിൽ നിങ്ങൾ നോക്കേണ്ട ഏരിയ, നിങ്ങൾ നൊബേൽ നോക്കിക്കോളൂ, പത്മ അവാർഡ് നോക്കിക്കോളൂ. പത്മ അവാർഡ് നോക്കിക്കോളൂ. അപ്പൊ നൊബേൽ നോക്കിക്കോളൂ, അതുപോലെ തന്നെ പത്മ പുരസ്കാരങ്ങൾ നോക്കിക്കോളൂ. പിന്നെ അവാർഡുകൾ ഉണ്ടല്ലോ, എഴുത്തച്ഛൻ പുരസ്കാരം, വള്ളത്തോൾ പോലുള്ള അവാർഡുകൾ നോക്കിക്കോളൂ. വേറെ ഒന്നും എന്ത് ചെയ്യണ്ട, അത്ര ഡീപ്പായിട്ട് പോവേണ്ട ആവശ്യമില്ല. കാരണം വല്ലപ്പോഴേ ചോദിക്കത്തുള്ളൂ. അതിന് നിങ്ങൾ അത്രയും കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല എന്നേ ഞാൻ പറയൂ. അപ്പോൾ 2023 നൊബേൽ സമ്മാനം നേടിയവരുമായി ബന്ധപ്പെട്ട ചില വസ്തുക്കളാണ് താഴെ കൊടുത്തത്. ഇവയിൽ ശരിയായവ കണ്ടെത്തുക. യോൻ ഫോസെ ശരിയായവ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ശരിയായവ കണ്ടെത്തുക എന്നാണ്. നോക്കണേ, ഇവിടെ എനിക്ക് പെട്ടെന്ന് യോൻ ഫോസെ സാഹിത്യമാണ്, നോർവീജിയനാണ്, അത് ശരിയാണ്. നർഗീസ് മുഹമ്മദി സമാധാനത്തിന് നൊബേൽ പുരസ്കാരം നേടിയ വ്യക്തിയാണ്. പക്ഷെ അവരുടെ സ്വദേശം ബംഗ്ലാദേശ് അല്ല, അവരുടെ സ്വദേശം ഇറാനാണ്. അവരുടെ സ്വദേശം എന്താണ്? ഇറാൻ. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇനി ക്ലോഡിയ ഗോൾഡീൻ, എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട്, ഞാൻ പഠിപ്പിച്ചത് സാമ്പത്തികം വേണമെങ്കിൽ കയ്യിൽ എന്ത് വേണം? ഗോൾഡ് വേണം എന്ന് ഞാൻ പഠിപ്പിച്ചിരുന്നു. അപ്പൊ ക്ലോഡിയ ഗോൾഡീൻ സാമ്പത്തിക ശാസ്ത്രമാണ്, US ആണ് സ്വദേശം, സാമ്പത്തിക ശാസ്ത്രജ്ഞ. അപ്പൊ ഇവിടെ 1ഉം 3ഉമാണ് ശരി, 2 തെറ്റ്. അപ്പൊ 2 തെറ്റെന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഓപ്ഷൻ ക്യാൻസലായി പോവും, ഈ ഓപ്ഷൻ ക്യാൻസലായി പോവും, എല്ലാം ശരിയാണെന്ന് ഓപ്ഷൻ ക്യാൻസലായി പോകും. അപ്പൊ നമുക്ക് ആൻസർ ഇതിലേക്ക് വരാം, ഓപ്ഷൻ സിയിലേക്ക് വരാം. ഓപ്ഷൻ സിയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ വരാം, ഒരൊറ്റ പോയിന്റ് അറിഞ്ഞാൽ മതി. നർഗീസ് മുഹമ്മദിയുടെ സ്വദേശം ഇറാനാണ്. ഇറാനില് ഹിജാബ് വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുത്ത വനിതയാണ് നർഗീസ് മുഹമ്മദി എന്ന് പറയുന്നത്. ആ ഒരൊറ്റ പോയിന്റ് അറിയാമെങ്കിൽ നമുക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാനെ കൊണ്ട് പറ്റും. അടുത്തിലോട്ട് വരാം. അപ്പൊ നമ്മൾ ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് അറ്റൻഡർ മെയിൻസിന്റെ ക്വസ്റ്റ്യൻ ആണ്. അറ്റൻഡർ മെയിൻസ് പരീക്ഷയുടെ ചോദ്യങ്ങളാണ് നമ്മൾ ഇത്രയും നേരം എന്ത് ചെയ്ത് ഡിസ്കസ് ചെയ്തത്. 3, 8, 10, 13, 17, 19 ചോദ്യങ്ങൾ. 19 ചോദ്യങ്ങളാണ്. 19 ചോദ്യങ്ങൾ. ആ 19 ചോദ്യങ്ങളാണ് നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തത്. അടുത്തിലോട്ട് പോവാം. 10th മെയിൻസ് 18/5/2026 നടന്ന 10th മെയിൻസ് പരീക്ഷയുടെ ചോദ്യമാണ് നമ്മൾ അടുത്ത് എന്ത് ചെയ്യാൻ പോകുന്നത്, അനലൈസ് ചെയ്യാനായിട്ട് പോകുന്നത്. നോക്കി, 2025 മികച്ച ഫുട്ബോൾ താരത്തിനുള്ള ഫിഫ ദ ബെസ്റ്റ് പുരസ്കാരം നേടിയ കളിക്കാരൻ ആര് എന്നാണ് ചോദ്യം. ഇത് നമ്മൾ ഏറ്റവും അവസാനം ഡിഗ്രി പ്രിലിംസിന്റെ ഫസ്റ്റ് സ്റ്റേജിൽ വനിതാ താരമാരെന്ന് ചോദിച്ചിരുന്നു. അപ്പം നമ്മൾ ഡിഗ്രി പ്രിലിംസിന്റെ കണക്റ്റഡ് ഫാക്ട് ചെയ്തു. ഡിഗ്രി പ്രിലിംസിന്റെ 1ാമത്തെ ഘട്ടത്തിന്റെ കണക്റ്റഡ് ഫാക്ട് ചെയ്തപ്പോൾ അവിടെ നമ്മൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. നോക്കി, ആ ചിത്രം ഉൾപ്പെടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. എൻ്റെ ആ ഒരു നിഗമനം കറക്റ്റ് ആയിരുന്നു. അടുത്ത പരീക്ഷയ്ക്ക് ചോദിച്ചത് കളിക്കാരനാര്, മികച്ച പുരുഷ താരത്തെ ചോദിച്ചു. അന്ന് ചോദിച്ചത് ഡിഗ്രി പ്രിലിംസിന് ചോദിച്ചത് വനിതാ താരത്തെയും, ഇവിടെ ചോദിച്ചത് പുരുഷ താരത്തെ ചോദിച്ചു അല്ലേ. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് അത് കിട്ടി. ഏതാണ്? ഓപ്ഷൻ ബി ആണ്, ഒസ്മാനെ ഡെംബല്ലെ. ഒസ്മാനെ ഡെംബല്ലെ നമ്മളിവിടെ കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞു വെച്ചിട്ടുണ്ട്.
അടുത്തിലോട്ട് പോവാം. ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് താഴെ പറയുന്നവൽ ആര് എന്നാണ് ചോദ്യം. ഇത് ഞാൻ സൈലം BSc നമ്മൾ പലപ്പോഴും ക്ലാസ്സിൽ അപ്പോയിന്റ്മെന്റ്സ് പറഞ്ഞപ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, നിയമനങ്ങൾ എന്ന ടോപ്പിക്ക് ചെയ്തപ്പോൾ അവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്ന ഇമേജ് ദുരന്തർ സിനിമ ഇറങ്ങി. ദുരന്തർ സിനിമ ഇറങ്ങിയപ്പോൾ വലിയ രീതിയിൽ ഇൻസ്റ്റാഗ്രാമിൽ വൈറലായ ഒരു വീഡിയോ ആയിരുന്നു നമ്മുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ദോവലിനെ പറ്റി. അപ്പം ഞാൻ എന്ത് ചെയ്തു, സൈലം BSc അജിത് ദോവലിനെ പറ്റി ഒരു കണ്ടന്റ് ചെയ്തായിരുന്നു. അതാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. പക്ഷേ നിയമനങ്ങൾ അപ്പോയിന്റ്മെന്റ്സ് ടോപ്പിക്കിന് നമ്മൾ ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ അമിത്ഷാ നിലവിൽ ഇന്ത്യയുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ്. അമിത്ഷാ നമുക്ക് എല്ലാവർക്കും അറിയാം. ആഭ്യന്തരം, സഹകരണം എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നു അമിത്ഷാ. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. കേരള സർക്കാർ നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളെ കുറിച്ച് പ്രസ്താവനകൾ ശരിയായത് ഏത് എന്നാണ് ചോദ്യം. ശരിയായ പ്രസ്താവന ഏത് എന്നാണ് ചോദ്യം. ശരിയായ പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അവിടെ നമുക്ക് ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ എ മാത്രമാണ്, ഒന്നാമത്തെ മാത്രമാണ്. കാഴ്ചവെല്ലുവിളി ദീപ്തി എന്ന് പറയുന്ന പദ്ധതി മാത്രമാണ് ശരിയായിട്ട് വരിക. എന്താ ദീപ്തി എന്ന് പറയുന്നത്? കാഴ്ചവെല്ലുവിളി നേരിടുന്ന എല്ലാ വിഭാഗം നിരക്ഷരർക്കും ബ്രെയിൻലി സാക്ഷരത ലഭ്യമാക്കുന്നതിന് വേണ്ടി സംസ്ഥാനത്തെ സാക്ഷരതാ മിഷൻ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളായി ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ദീപ്തി എന്ന് പറയുന്നത്. ഇത് ഞാൻ ആരോഗ്യക്ഷേമ പദ്ധതികൾ, ഹെൽത്ത് സ്കീംസ് എന്നൊരു ടോപ്പിക്ക് ഞാൻ എവിടെ ചെയ്തിട്ടുണ്ട്, നമ്മുടെ CA അനലിസ്റ്റിലും ചെയ്തിട്ടുണ്ട്, സൈലത്തിലും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് വന്നൊരു ക്വസ്റ്റ്യൻ ആണ് ദീപ്തി. ഇതാ കൊടുത്തിട്ടുണ്ട്. കാഴ്ച പരിമിതരായ എല്ലാവരെയും പ്രായഭേദമന്യേ ബ്രെയിനിൽ പഠിപ്പിക്കുന്നതിന് വേണ്ടി സംസ്ഥാന സാക്ഷരതാ മിഷൻ ആരംഭിച്ച പദ്ധതിയാണത്. അപ്പോൾ കൃത്യമായിട്ട് അവിടെ ഓപ്ഷൻ എ ആണ്, ഒന്ന് മാത്രമാണ് ശരി. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഒന്ന് മാത്രമാണ് ശരി എന്ന നിഗമനത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, എത്തിച്ചേരാം. ഓക്കെ അല്ലേ? ഇവിടെ ഈ ചോദ്യം വിധവകൾക്ക് 50 വയസ്സിന് മുകളിൽ പ്രായമുള്ള അശരണരായ വിധവകൾക്ക് സംരക്ഷണം നൽകുന്ന പദ്ധതിക്ക് വിളിച്ച പേര് അഭയകിരണം എന്നാണ്. കേട്ടോ. അതിൻ്റെ പേര് അഭയകിരണം എന്നാണ് പദ്ധതിക്ക് വിളിച്ച പേര്, അഭയകിരണം. അപ്പോൾ കേട്ടോ, സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കുന്ന പരിരക്ഷയല്ല, 50 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആരോരുമില്ലാത്ത അശരണരായ വിധവകൾക്ക് സംരക്ഷണവും മെച്ചപ്പെട്ട ജീവിത സാഹചര്യം ഉറപ്പാക്കുന്ന പദ്ധതി അഭയകിരണം. ഇത് പ്രകാരം ആരോരുമില്ലാത്ത വിധവകളെ സംരക്ഷിക്കുന്ന ആൾക്കാർക്ക് മാസം 1000 രൂപ ധനസഹായം നൽകും. അതാണ് അഭയകിരണം എന്ന് പറയുന്ന പദ്ധതി, അല്ലാതെ പരിരക്ഷയല്ല. ഓക്കെ അല്ലേ? അടുത്തിലോട്ട് വരാം. അപ്പം അങ്ങനെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പം 3 മാത്രം ശരി, തെറ്റ് 3 തെറ്റാണെന്ന് പിടികിട്ടി. അപ്പോൾ ഇവിടെ 3 തെറ്റാണ്. അപ്പോൾ 1 മാത്രമാണ് ശരി എന്ന നിഗമനം നമുക്ക് എത്തിച്ചേരാം. അടുത്തിലോട്ട് വരാം നമുക്ക്. എല്ലാവർക്കും നേത്രാരോഗ്യം. അവിടെ ദീപ്തിയെ പറ്റി പറഞ്ഞപ്പോൾ ഇവിടെ നമ്മൾ കണക്ട് ചെയ്ത് 1-2 പോയിന്റ് പറയുകയാണ്. കണ്ണുമായി ബന്ധപ്പെട്ട 3 പ്രധാനപ്പെട്ട പദ്ധതികൾ ഞാൻ ഇവിടെ കണക്ട് ചെയ്ത് പറയുന്നു. ഒന്ന് നേർക്കാഴ്ച. എന്താ സംഭവം? എല്ലാവർക്കും നേത്രാരോഗ്യം എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാനത്തെ എല്ലാ കുടുംബങ്ങളെയും കാഴ്ച പരിശോധനയ്ക്ക് വിധേയരാക്കുന്ന പദ്ധതിയാണ് നേർക്കാഴ്ച. അപ്പൊ എല്ലാ ആളുകൾക്കും നേത്ര ആരോഗ്യം എന്ന ലക്ഷ്യത്തോടു കൂടി സംസ്ഥാനത്തെ എല്ലാ കുടുംബങ്ങളെയും കാഴ്ച പരിശോധനയ്ക്ക് വിധേയരാക്കുന്ന പദ്ധതിയാണ് നേർക്കാഴ്ച എന്നുള്ളത്. കാഴ്ചവൈകല്യം കണ്ടെത്തപ്പെടുന്നവരിൽ സാമ്പത്തിക പിന്നാക്കാവസ്ഥയുടെ ക്രമത്തിൽ സൗജന്യ കണ്ണടകൾ വിതരണം ചെയ്യും. ഇതിന്റെ ഭാഗമായിട്ട് സൗജന്യ കണ്ണടകൾ വിതരണം ചെയ്യും. അപ്പൊ ഇവിടെ പ്രത്യേക ഒരു വിഭാഗത്തെ പറയുന്നില്ല, എല്ലാവർക്കും വേണ്ടി, എല്ലാവരുടെയും നേത്രാരോഗ്യമാണെങ്കിൽ നേർക്കാഴ്ച. ഇനി എന്താ ദീപ്തി എന്ന് പറയുന്നത്? കാഴ്ച പരിമിതരായ എല്ലാവരെയും പ്രായഭേദമന്യേ ബ്രെയിൻലി ലിപി എന്ന വാക്കുണ്ടെങ്കിൽ ദീപ്തിയാണ്. ദീപ്തി. അപ്പം ദീപ്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ ഒറ്റ വാക്ക് പഠിക്കുക, ബ്രെയിൻലി ലിപി എന്ന വാക്ക് മാത്രം ഓർത്താൽ, ദീപ്തി ബ്രെയിൻലി ലിപി എന്ന ഒരൊറ്റ വാക്ക് മാത്രം ഓർത്താൽ മതി. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാനെ കൊണ്ട് പറ്റും. അടുത്തത് മിഴി. എന്താണ് മിഴി എന്ന് പറയുന്ന പദ്ധതി? ഇവിടെ ഒരു ഏജ് ലിമിറ്റ് പറയുന്നുണ്ട്. 6 മുതൽ 16 വയസ്സ് വരെയുള്ള കുട്ടികളിലെ കാഴ്ച വൈകല്യം കണ്ടെത്തി ചികിത്സ നടപ്പാക്കാനുള്ള പദ്ധതിക്ക് വിളിച്ച പേരാണ് മിഴി. അപ്പോൾ 6 മുതൽ 16 വയസ്സ് വരെയുള്ള കുട്ടികളിലെ കാഴ്ച വൈകല്യം കണ്ടെത്തി അവർക്ക് ചികിത്സ ഉറപ്പാക്കാനുള്ള പദ്ധതിക്ക് വിളിച്ച പേരാണ് മിഴി എന്ന കാര്യം എന്ത് ചെയ്യുക, അവിടെ ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ അതും കിട്ടി. അവിടെയും സൗജന്യമായിട്ട് കണ്ണട വിതരണം നൽകുന്ന പദ്ധതിയാണ് മിഴി. നമ്മുടെ KK ശൈലജ ടീച്ചർ ആരോഗ്യവകുപ്പ് മന്ത്രിയായപ്പോൾ, 1ാം പിണറായി വിജയൻ സർക്കാരിൽ KK ശൈലജ ആരോഗ്യവകുപ്പ് മന്ത്രിയായപ്പോൾ ആരംഭിച്ച പദ്ധതിയാണ് മിഴി എന്ന് പറയുന്നത്. അടുത്തിലോട്ട് പോവാം. പാമ്പൻ പാലവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. അത് നിങ്ങൾക്ക് കാണാം, ഞാൻ പഠിപ്പിച്ച ക്വസ്റ്റ്യൻ ആണത്. നോക്കണേ, താഴെ തന്നിരിക്കുന്നത് ശരിയായ പ്രസ്താവന. പുതിയ പാമ്പൻ പാലം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത് 2025 ഏപ്രിൽ മാസം 6-നാണ്.
ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപ്പാലമാണ് പുതിയ പാമ്പാലം. അതിന്റെ നീളം 2.07 കിലോമീറ്റർ. ഇവിടെ കൃത്യമായി പറയുന്നുണ്ട് ദ ഫസ്റ്റ് വെർട്ടിക്കൽ ലിഫ്റ്റ്. എടാ പഴയ പാമ്പം പാലത്തിന് പകരം പുതുതായിട്ട് കൊണ്ടുവന്ന പാമ്പാലം, അതായത് പഴയ പാമ്പാലം 1914 ഫെബ്രുവരി മാസം 24 രാജ്യത്തിന് സമർപ്പിച്ച അല്ലെങ്കിൽ തുറന്നു കൊടുത്ത, ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുത്ത പാലമാണ്. അത് ഏകദേശം 110 വർഷമായി. അതിന് പകരം പുതിയൊരു പാലം നിലവിൽ വരുന്നു. ഇതിന് പാരലായിട്ടൊരു എന്താ പറയുക, ആദ്യത്തെ പാമ്പ് പാലം മനുഷ്യനെ കൊണ്ടാണ് ഓപ്പറേറ്റ് ചെയ്യുന്നതെങ്കിൽ പുതിയ പാമ്പ് പാലം എന്ന് പറയുന്നത് അത് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഓട്ടോമാറ്റിക് ആയിട്ടാണ്. അതായത് പഴയ പാമ്പ് പാലം നിങ്ങൾക്ക് പോയവർക്കറിയാം. നിങ്ങൾ രാമേശ്വരത്ത് പോയിട്ട് നിങ്ങൾ ഉറപ്പായിട്ടും കാണുന്ന സ്ഥലങ്ങളിലൊന്നാണ് പാമ്പ് പാലം. അവിടെ ഈ പറയുന്ന കണക്ക് പഴയ പാമ്പാലത്തിന് സമാന്തരമായി പാരലായിട്ടാണ് പുതിയൊരു പാമ്പാലം വന്നിട്ടുള്ളത്. അത് ദ ഫസ്റ്റ് വെർട്ടിക്കൽ ലിഫ്റ്റ്, അതായത് പാമ്പം പാലം എന്ന് പറയുന്നത് കടലിന് നടുക്ക് ചെയ്യുന്നൊരു പാലമാണ്. ഓക്കെ, ആ പാലം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുകയാണ് പാലം. ഓക്കെ, ഇത് ട്രെയിൻ കടന്നു പോകുന്നു. ഇനി അടുത്ത് അവിടെ കൂടെ കപ്പൽ വരും. കപ്പൽ വരുമ്പോൾ പഴയ പാമ്പാലം ഈ പറയുന്ന ഇങ്ങനെയാണ് ഓപ്പൺ ആവുക. ഈ രീതിക്ക് പഴയ പാമ്പാലം ഓപ്പൺ ആവും. ഓക്കെ, ഈ പറയുന്ന കപ്പൽ പോയതിനു ശേഷം ഈ പറയുന്ന പഴയ രീതിക്ക് വരും. ഇനി പുതിയ പാമ്പാലം എന്ന് പറയുന്നത് ഇത് മാനുവൽ ഓപ്പറേഷൻ ആയിരുന്നു. പഴയ പാമ്പാലം മാനുവലി ഓപ്പറേറ്റ് ചെയ്യും. ഏകദേശം 45 മിനിറ്റ് പണിയുണ്ട് ഇത് ഒരു തവണ തുറക്കാനായിട്ട്. അടയ്ക്കാനായിട്ട് 45 മിനിറ്റ് ഉണ്ട്. അതായത് ഈ റെയിൽ എന്ത് ചെയ്യും, അടയ്ക്കുകയും തുറക്കുകയും ചെയ്യും. പുതിയ പാമ്പാലം ഓട്ടോമാറ്റിക്കാണ്. അത് സംഭവം ഇങ്ങനെ ഇരിക്കൂടാ, ഈ രീതിക്ക് ഇരിക്കും. ഈ രീതിക്ക് ഒരു ഓപ്പണിംഗ് പോർഷൻ അവിടെ ഉണ്ടാവും. ഈ രീതിക്ക് അവിടെ ഒരു ഓപ്പണിംഗ് പോർഷൻ ഉണ്ടാവും. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ട്രെയിൻ കടന്നു പോകുന്നു. ഈ പോർഷൻ, ഈ റെയിൽ ഈ പോർഷൻ എന്ത് ചെയ്യും, മുകളിലോട്ട് ഇങ്ങനെ ഓപ്പൺ ആക്കി ഇവിടെ നിർത്തും. കപ്പൽ പോയതിന് ശേഷം നേരത്തത് ഇങ്ങനെ ഓപ്പൺ ആവുമായിരുന്നു. പുതിയ പാമ്പാലം ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്, നേരെ വെർട്ടിക്കലി ലിഫ്റ്റ് ചെയ്യും. ആ പോർഷൻ മാത്രം, ഈ ഒരു പോർഷൻ മാത്രം എന്ത് ചെയ്യും, വെർട്ടിക്കലി ലിഫ്റ്റ്. നിങ്ങളൊന്ന് യൂട്യൂബിലും സെർച്ച് ചെയ്ത് നോക്കുക, പാമ്പൻ പാലം സെർച്ച് ചെയ്ത് നോക്കുക, എങ്കിലേ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇവൻ എന്ന് പറഞ്ഞാൽ വെർട്ടിക്കലി ലിഫ്റ്റ് ചെയ്യും. ആ പോർഷൻ കപ്പൽ പോകാൻ വേണ്ടി ആ പോർഷൻ മാത്രം, ആ റെയിൽ പോർഷൻ മാത്രം വെർട്ടിക്കലി മുകളിലോട്ട് ലിഫ്റ്റ് ചെയ്യും. കപ്പൽ പോയതിനു ശേഷം പഴയ പോലെ തിരിച്ചിങ്ങ് വരും. ഓക്കെ അല്ലേ? അതാണ് പാമ്പം പാലം. അതിനെ ബന്ധിപ്പിക്കുന്നത് രാമേശ്വരത്തെയും മണ്ഡപം പട്ടണത്തെ തമ്മിൽ, രാമേശ്വരത്തെയും അതുപോലെ തന്നെ മണ്ഡപം പട്ടണത്തെ തമ്മിൽ ബന്ധിപ്പിക്കുന്നുണ്ട്. അതിനെ വികസിപ്പിച്ച റെയിൽ വികാസ് നിഗം ലിമിറ്റഡ് ആണ് അതിനെ ഡിസൈൻ ചെയ്ത്. നീളം 2.07 കിലോമീറ്റർ. അതിനെ ഉദ്ഘാടനം ചെയ്ത് April 6 നരേന്ദ്രമോദി. കൃത്യമായിട്ട് അപ്പോൾ എല്ലാ പോയിന്റ്സും ശരിയാണ്, എല്ലാ പ്രസ്താവനകളും ശരിയാണ് എന്ന നിഗമനത്തിൽ നമുക്ക് അവിടെ എത്തിച്ചേരാം. അത് കൃത്യമായിട്ട് ഞാൻ പഠിപ്പിച്ച കണ്ടന്റ് ആണ്. അടുത്തിലോട്ട് പോവാം. 2026 ബ്രിക്സ് ഉച്ചകോടിക്ക് ആതിഥ്യം വഹിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. ഞാൻ കൃത്യമായത് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഡിഗ്രി പ്രിലിംസിന് വേണ്ടിയിട്ട് ഒരു സെഷൻ ചെയ്തപ്പോൾ അവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബ്രിക്സ് ഉച്ചകോടി 2025 വേദി ബ്രസീലാണ്. 2026 വേദി ഇന്ത്യയാണ്. ഓക്കെ, G20 വേദി 2026 അമേരിക്ക, 2025 ദക്ഷിണാഫ്രിക്ക. ഓർക്കണേ. അടുത്തിലോട്ട് വരാം നമുക്ക്. ചാന്ദ്രയാൻ 3 മുമ്പ് പഠിപ്പിച്ചതാണ്. ചാന്ദ്രയാൻ 3 എന്ന് പറയുന്ന ടോപ്പിക്ക്. ഓക്കെ, ചാന്ദ്രയാൻ 3 ശിവശക്തി പോയിന്റിൽ വിജയകരമായി സോഫ്റ്റ് ലാൻഡ് നടത്തിയത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് കൃത്യമായി നമുക്ക് അവിടെ കാണാൻ നിങ്ങൾക്ക് എന്നാണ് സോഫ്റ്റ് ലാൻഡ് ചെയ്യുന്നത്. ചാന്ദ്രയാൻ 3 ശിവശക്തി പോയിന്റിൽ വിജയകരമായി സോഫ്റ്റ് ലാൻഡ് ചെയ്തത് എന്ന് ഓഗസ്റ്റ് മാസം 23, 2023. കൃത്യമായി പറഞ്ഞാൽ ഓഗസ്റ്റ് മാസം 23 തീയതിയാണ് ശിവശക്തി പോയിന്റിൽ എന്ത് ചെയ്യുന്നത്, സോഫ്റ്റ് ലാൻഡ് ചെയ്യുന്നത്. ആ ദിനത്തെ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കുന്നു. ചാന്ദ്രയാനൊക്കെ വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, ചോദിക്കുന്നുണ്ടെന്ന കാര്യം എന്ത് ചെയ്യുക, അവിടെ ഓർക്കുക. അടുത്തിലോട്ട് പോവാം നമുക്ക്. 2025 ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയിൽ മികച്ച ജനപ്രിയ ചിത്രത്തിനുള്ള ഓഡിയൻസ് പോൾ പുരസ്കാരം നേടിയ ചിത്രം ഏത് എന്നാണ് ചോദ്യം. ഇവിടെ നിങ്ങൾ നോക്കുകയും ഓഡിയൻസ് പോൾ അവാർഡ് IFFK വല്ലപ്പോഴും ചോദിക്കത്തുള്ളൂ, നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. IFK ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള ഓഡിയൻസ് പോൾ അവാർഡ് നേടിയ തന്തപ്പേര് ഉണ്ണികൃഷ്ണൻ ആവളയാണ്. ഉണ്ണികൃഷ്ണൻ ആവള സംവിധാനം ചിത്രമാണ് തന്തപ്പേര്. അതാണ് പ്രേക്ഷക പ്രീതി നേടിയ അല്ലെങ്കിൽ ഓഡിയൻസ് പോൾ പുരസ്കാരം നേടിയ, ഓഡിയൻസ് പോൾ അഥവാ ജനപ്രിയ ചിത്രമുള്ള ഓഡിയൻസ് പോൾ പുരസ്കാരം നേടിയത് തന്തപ്പേര് ബൈ ആരാണ്, ഉണ്ണികൃഷ്ണൻ ആവള. ഓക്കെ, IFFK അതിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻ ആണിത്. അടുത്തിലോട്ട് വരാം. 2025 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവ പുരസ്കാരം നേടിയത് ആര്? യുവ പുരസ്കാരം നേടിയത് ഓപ്ഷൻ ബി ആരാണ്, അഖിൽ P. ധർമ്മജൻ ആണ്. അല്ലേ, അഖിൽ P. ധർമ്മജൻ. ഇവിടെ കൃത്യമായി പറയുന്നുണ്ട്
2021 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ മലയാളി എൻ പ്രഭാകരൻ, മായാമനുഷ്യർ. കേരള സാഹിത്യ പുരസ്കാരങ്ങളുടെ ടോപ്പിക് ചെയ്തിട്ടുണ്ട്, അവിടെ കാണാം. അപ്പോൾ 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ മലയാളി എൻ പ്രഭാകരൻ, കൃതിയുടെ പേര് മായാമനുഷ്യർ. യുവ പുരസ്കാരം അഖിൽ പി ധർമ്മജൻ, കൃതി റാം കെയർ ഓഫ് ആനന്ദി. ബാലസാഹിത്യ പുരസ്കാരം നേടിയ ശ്രീജിത്ത് മൂത്തേടം, കൃതി പെൻഗിനുകളുടെ വൻകരയിൽ. ഞാൻ കൃത്യമായി പഠിപ്പിച്ചതാണ്. അടുത്തതിലോട്ട് പോരാം. 2025 ഇന്ത്യയുടെ 52ാമത് ചീഫ് ജസ്റ്റിസ്, ഇന്ത്യയുടെ 52ാമത് ചീഫ് ജസ്റ്റിസ് BR ഗവായി എന്ന ഭൂഷൺ രാമകൃഷ്ണ ഗവായി അപ്പോയിന്റ്മെന്റ്സിൽ അവിടെ കിടപ്പുണ്ട്. നിലവിൽ ആരാണ്? ജസ്റ്റിസ് സൂര്യകാന്താണ്. നിലവിൽ ജസ്റ്റിസ് സൂര്യകാന്താണ്. 53 സുപ്രീം കോടതിയുടെ 53ാമത്തെ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്താണ്. അദ്ദേഹത്തിന്റെ സ്വദേശം ഹരിയാനയാണ്. സുപ്രീം കോടതിയിൽ 52 BR ഗവായിയും 53 സുപ്രീം കോടതി സൂര്യകാന്തുമാണ്. 53 സൂര്യകാന്തും 52 BR ഗവായി. ഇവിടെ ചോദിച്ചിട്ടുള്ളത് 52ാമതാണെങ്കിൽ അത് BR ഗവായി അഥവാ ഭൂഷൺ രാമകൃഷ്ണ ഗവായി ആണെന്ന കാര്യം ഓർക്കുക. അടുത്ത പോയിന്റ്, 2050 കേരളത്തെ കാർബൺ ന്യൂട്രൽ സംസ്ഥാനമാക്കാനുള്ള പദ്ധതിയായ അങ്കൺ ജ്യോതി പദ്ധതി പൈലറ്റ് അടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയ ഒരു നിയോജക മണ്ഡലം ഏത്? ചിറ്റൂരാണ്. ഓപ്ഷൻ എ ചിറ്റൂരാണ്. ഓപ്ഷൻ എ ചിറ്റൂരാണ്. ചിറ്റൂര് പാലക്കാട് ജില്ലയിലാണ് കേട്ടോ. പാലക്കാട് ജില്ലയിലാണ് ഈ പറയുന്ന ചിറ്റൂർ എന്ന കാര്യം ഓർക്കുക. അടുത്ത പോയിന്റിലേക്ക് വരുന്നു. 2025 ഏപ്രിൽ മാസം പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണം തിരിച്ചടിയ ഇന്ത്യ നടത്തിയ ആക്രമണത്തിന് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേര് നിർദ്ദേശിച്ച വ്യക്തി ആര്? ഇവിടെ ഇവരാരുമല്ല. കാരണം നമുക്കറിയാം അത് നരേന്ദ്രമോദി. ഓപ്പറേഷൻ സിന്ദൂർ എന്ന ടോപ്പിക്ക് പഠിപ്പിച്ചപ്പോൾ ഞാൻ കൃത്യമായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അത് നരേന്ദ്രമോദിയും രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയാണ് ആ പേര് നൽകുന്നത്. അദ്ദേഹം 2025 ജൂൺ മാസം 5-ാം തീയതി പരിസ്ഥിതി ദിനത്തിൽ അദ്ദേഹം ഒരു ചെടി നട്ടു. ആ ചെടിക്ക് അദ്ദേഹം വിളിച്ച പേരും എന്താണ്? സിന്ദൂർ എന്ന പേരായ ഒരു ചെടിയാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? പരിസ്ഥിതി ദിനത്തിൽ നടുന്നതെന്ന കാര്യം കൂടി എന്ത് ചെയ്യുക? ഓർക്കുക. അടുത്തതിലോട്ട് നമുക്ക് വരാം. ഈ അടുത്ത ദിവസങ്ങൾ കേരളത്തിൽ മരണമടഞ്ഞ മുൻ കെന്യൻ പ്രധാനമന്ത്രി. ഇത് കഴിഞ്ഞ 2025 ഒക്ടോബർ മാസത്തെ ഫാക്റ്റ് ആണ്. കെനിയയുടെ ഒരു മുൻ പ്രധാനമന്ത്രി ഇവിടെ അദ്ദേഹത്തിന് ഹൃദയാഘാതം മൂലം മരണപ്പെടുന്നുണ്ട്. അത് വേറെ ആരുമല്ല, റെയ്ല ഒഡിങ്ക. അത് ഇത്തിരി ഒരു സീന് ക്വസ്റ്റ്യൻ ആണ്. അത് അത്ര ചോദ്യകർത്താവിന് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നി എന്നുള്ളത് എനിക്ക് അതിശയമാണ്. അപ്പോൾ അതൊരു വല്ലാത്തൊരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ കേരളത്തിൽ വെച്ച് മരണമടഞ്ഞ മുൻ കെനിയൻ പ്രധാനമന്ത്രിയുടെ പേര് റെയ്ല ഒഡിങ്ക എന്നാണ്. റെയ്ല ഒഡിങ്ക എന്നാണ്. അപ്പോൾ 2 ചോദ്യ പേപ്പർ നമ്മൾ 10th മെയിൻസും പഠിച്ചു, അറ്റൻഡർ മെയിൻസും പഠിച്ചു. അടുത്തതിലോട്ട് പോവാം. സിവിൽ എക്സൈസ് ഓഫീസർ 23/5/2026 നടന്ന സിവിൽ എക്സൈസ് ഓഫീസർ പരീക്ഷയുടെ ചോദ്യമാണ് നമ്മൾ അടുത്ത് എന്ത് ചെയ്യാൻ പോകുന്നത്? ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നോക്കിയേ, താഴെ തന്ന പേരുകളിൽ 2025 ഊർജ്ജ തന്ത്രത്തിന് നൊബേൽ പുരസ്കാരം നേടിയ വ്യക്തിയെ കണ്ടെത്തുക. നമ്മൾ കൃത്യമായിട്ട് നൊബേൽ പ്രൈസ് പഠിപ്പിച്ചതാണ്. അവിടെ കൃത്യമായി പറയുന്നുണ്ട്. നോക്കിയേ, നൊബേൽ പ്രൈസ് 3 പേർക്കാണ്. ജോൺ ക്ലർക്ക്, മൈക്കിൾ ഡെവറട്ട്, ജോൺ എം മാർട്ടിനസ്. അപ്പോൾ ഇവിടെ നോക്കാം, നമുക്കിതിൽ ജോൺ എം മാർട്ടിനസ് ഓപ്ഷൻ കാണുമ്പോൾ തന്നെ കിട്ടും. ജോൺ എം മാർട്ടിനസ്. അപ്പോൾ താഴെ തന്ന പേര് 2020 ഊർജ്ജ തന്ത്രം അഥവാ ഫിസിക്സ് നൊബേൽ പുരസ്കാരം നേടിയത് ജോൺ എം മാർട്ടിനസ് ആണെന്ന കാര്യം എന്ത് ചെയ്യുക? അവിടെ ഓർത്ത് വച്ചേക്കുക. അടുത്തിലോട്ട് വരാം. ചരക്ക് സേവനം നമ്മൾ GST 2.0 ഞാൻ പഠിപ്പിച്ചതാണ്. ശരിക്കും പറഞ്ഞാൽ GST പഠിപ്പിച്ചതിന് ശേഷം വന്ന ഏക ചോദ്യമാണ്. ഇതുവരെ വേറെ ഒരു പരീക്ഷയ്ക്കും GSTയുമായി ബന്ധപ്പെട്ട ചോദ്യം അങ്ങനെ ചോദിച്ചിട്ടില്ല. ആദ്യമായിട്ട് GST 2.0 നിന്നൊരു ചോദ്യം വരുന്നു. ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്, CA അനലിസ്റ്റിനും പഠിപ്പിച്ചിട്ടുണ്ട്, അല്ലാതെയും പഠിപ്പിച്ചിട്ടുണ്ട്. ഞാനിവിടെ സൈലത്തിൽ പറഞ്ഞ മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. ചരക്ക് സേവന നികുതി അഥവാ GST ഉണ്ടായിരുന്ന ഏത് സ്ലാബുകളാണ് പരിഷ്കരണത്തിന്റെ ഭാഗമായി ഒഴിവാക്കപ്പെട്ടത്? നമുക്ക് എല്ലാവർക്കും അറിയാതെ ഓപ്ഷൻ ബി ആണ്. 12% 28% ഒഴിവാക്കി. ഇപ്പം നിലവിലുള്ളത് 2 സ്ലാബുകൾ, 5%, അതുപോലെ തന്നെ 18%. അതിന് പുറമെ 2 സ്ലാബാണ്. അതിന് പുറമെ അഡീഷണലി ഒരു 40% ലക്ഷറി സ്ലാബും കൂടി ആഡ് ഓൺ ചെയ്തു. വളരെ വിശദമായിട്ട് ഞാൻ GST എന്ത് ചെയ്തിട്ടുണ്ട്? പഠിപ്പിച്ചിട്ടുണ്ട്. ക്ലാസ് കാണാത്തവർ പോയി കാണുക. അടുത്തിലോട്ട് വരാം. 2023 106ാമത് ഭരണഘടനാ ഭേദഗതി നിയമം എന്തുമായി ബന്ധപ്പെട്ടുള്ളതാണ് എന്നാണ് ചോദ്യം. ഇത് വീണ്ടും ചർച്ച ചെയ്യപ്പെടും. നാരി ശക്തി വന്ദന അധിനിയമ വനിതാ സംവരണ നിയമം ഇല്ലേ? ഇതിപ്പോ ചർച്ച ചെയ്യാൻ കാരണം ഇപ്പോ ഒരു ഭേദഗതി ബില്ല്, കേന്ദ്ര സർക്കാർ ഒരു ഭേദഗതി ബില്ല് പാർലമെന്റ് ലോക്സഭയിൽ അവതരിപ്പിച്ചത് പരാജയപ്പെട്ടു പോയി. കഴിഞ്ഞ 12 വർഷമായി നരേന്ദ്രമോദി രാജ്യം ഭരിക്കുകയാണ്. ആദ്യമായിട്ടാണ് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഒരു ബില്ല് ലോക്സഭയിൽ പരാജയപ്പെടുന്നെന്ന പ്രത്യേകത കൂടി അവിടെ ഉണ്ട്.
അപ്പോൾ അതിനെ തുടർന്നാണ് ഞാൻ അന്ന് പറഞ്ഞിരുന്നു, അന്ന് ഞാനൊരു വീഡിയോ ചെയ്തു, സൈലം പി എസിൽ ഒരു ഷോർട്ട് വീഡിയോ ചെയ്തിരുന്നു, അതിനെ ബേസ് ചെയ്തുകൊണ്ട് അതിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻ ആണ്. അല്ലാതെ തന്നെ നാരി ശക്തി ഞാൻ പഠിപ്പിച്ചതാണ്. ഇത് ഞാൻ റിലവൻ്റ് ആയിട്ട് ഞാൻ അന്ന് കൃത്യമായിട്ട് ഇത് ചോദിക്കാൻ ചാൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ ചെയ്ത വീഡിയോ ആണ്. നാരി ശക്തി വന്ദൻ അധിനിയമം അഥവാ വനിതാ സംവരണം ഡീലിമിറ്റേഷനുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചയായിരുന്നു, ട്രെൻഡിങ് ആയിരുന്നു ആ ടോപ്പിക്. അപ്പോൾ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് വന്ന ക്വസ്റ്റ്യൻ ആണിത്. അപ്പം 2023 106ാമത് ഭരണഘടനാ ഭേദ നിയമം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും വനിതകൾക്ക് 1/3 അഥവാ 31% 33% വനിതാ സംവരണത്തെ പറ്റി പരാമർശിക്കുന്നു. ഡീറ്റെയിൽസ് ഒരുപാടുണ്ട്, ഞാനിപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല, തൽക്കാലം പറയുന്നില്ല. അപ്പോൾ വനിതാ സംവരണം ചോദ്യമായി വന്നു എന്ന കാര്യം എന്ത് ചെയ്യുക, ഓർക്കുക. അടുത്തിലോട്ട് വരാം. 2025 തൊഴിൽ പദ്ധതിയായ വികസിത ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ പ്രകാരം സംസ്ഥാന വിഹിതം എത്രയാണ്? ഇത് സംഭവം വേറൊന്നുമല്ല, നമ്മുടെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അറിയാലോ. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്ത് ചെയ്യുന്നുണ്ട്, അതിനെ ആ നിയമം 2005 നിയമത്തെ മാറ്റി പുതിയൊരു നിയമം കൊണ്ടുവരുന്നു. VBGRAMG അഥവാ വികസിത ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ. ഇതിൽ കൊണ്ടുവന്നപ്പോൾ അന്നേ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞതാണ്, കറണ്ട് അഫെയർ റിലേറ്റഡ് GK സെഗ്മെന്റിൽ ഇനിയുള്ള പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ആനുകാലിക സംബന്ധിയായ GK ചോദ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ APO പരീക്ഷയ്ക്ക് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് പ്രസ്താവന ചോദിച്ചിരുന്നു. അതേ കണക്ക് ഇവിടെ ചോദിക്കുന്നതാണ് സംസ്ഥാന വിഹിതം, സ്റ്റേറ്റിന്റെയും സെൻട്രലിന്റെയും വിഹിതം എത്ര എന്നാണ് ചോദ്യം. സംസ്ഥാന വിഹിതം നോക്കിയ 60:40 കൃത്യമായി ഞാനിവിടെ പറയുന്നുണ്ട്. കേന്ദ്രം 60%, സംസ്ഥാനം 40%. ഇത് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ കേന്ദ്രം 90%, സംസ്ഥാനങ്ങൾ 10% മാറും. ഇവിടെ നോർത്ത് ഈസ്റ്റേൺ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് വരുമ്പോൾ 90:10 മാറും. അപ്പോൾ ഇവിടെ എത്രയാണ്? 40% ആണ് നിഗമനം നമുക്ക് എത്തിച്ചേരാം. ഞാൻ അതിൻ്റെ ഡീറ്റെയിലേക്ക് കൂടുതലൊന്നും എന്ത് ചെയ്യുന്നില്ല, പറയുന്നില്ല. ഒറ്റ പോയിന്റ് പറയട്ടെ, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി 100 ദിവസമാണ് പറഞ്ഞിരുന്നെങ്കിൽ ഇവർ നൽകുന്നത് 125 ദിവസത്തെ തൊഴിൽ ദിനമാണെന്ന കാര്യം ഓർക്കുക. അടുത്ത പോയിന്റ്, ദേശീയ വനിതാ കമ്മീഷൻ ഇപ്പോൾ ചെയർപേഴ്സൺ നമ്മൾ അപ്പോയിന്റ്മെന്റ്സിൽ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ കൃത്യമായി പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആദ്യമാണ് വിജയകിഷോർ രഹത്കർ ആണ്. ദേശീയ വനിതാ കമ്മീഷൻ നിലവിലെ ചെയർപേഴ്സൺ വിജയകിഷോർ രഹത്കർ എന്ന കാര്യം എന്ത് ചെയ്യുക, അവിടെ ഓർക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ ഇൻഡോർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയാവുന്ന സ്റ്റേഡിയം ഏത്? നോക്കിയേ നിങ്ങൾ, കൃത്യമായിട്ട് ആ ചോദ്യം അതുപോലെ അച്ചടി ഭാഷയിൽ എന്ന പോലെ അവിടെ കൊടുത്തിട്ടുണ്ട്. കലിംഗ സ്റ്റേഡിയമാണ്. ഭുവനേശ്വറിലെ കലിംഗ സ്റ്റേഡിയം. ഞാൻ സൈലം BSൽ ഒരു ബാച്ച് നടത്തുന്നുണ്ട്, CA നോക്കൗട്ട് ബാച്ച് എന്നാണ് ബാച്ചിൻ്റെ പേര്. CA നോക്കൗട്ട് ബാച്ച്. ആ ബാച്ചിനകത്ത് നമ്മൾ മന്ത്ലി വേസ് പഠിപ്പിച്ചപ്പോൾ നമ്മൾ പറഞ്ഞ ഒരു കണ്ടന്റ് ആണിത്, കലിംഗ സ്റ്റേഡിയം. ഇനി ഇത് അറിഞ്ഞുകൂടെങ്കിൽ പോലും നമുക്ക് ഓപ്ഷൻ ആൻസർ ചെയ്യാൻ പറ്റും. നോക്കണേ, വാങ്കഡെ സ്റ്റേഡിയം ക്രിക്കറ്റ് സ്റ്റേഡിയം ആണ്, ക്രിക്കറ്റ് ഗ്രൗണ്ട് ആണ്, അത് ഇൻഡോർ അല്ല. ഈഡൻ ഗാർഡൻസ്, കൽക്കട്ടയിൽ ഈഡൻ ഗാർഡൻസ് നിങ്ങൾക്ക് അറിയാം, അതും ഇൻഡോർ അല്ല. ചിന്നൈ സ്വാമി സ്റ്റേഡിയം, ബാംഗ്ലൂരിലെ ചിന്നസ്വാമി സ്റ്റേഡിയം, അതും ക്രിക്കറ്റ് സ്റ്റേഡിയമാണ്, അതും ഇൻഡോർ അല്ല. അപ്പോൾ അവിടെ നിന്ന് തന്നെ കിട്ടും, അത് അറിഞ്ഞുകൂടാത്ത ഒരാൾക്ക് പോലും എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ ആ ചോദ്യം കൃത്യമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്, കലിംഗ സ്റ്റേഡിയം, ഒഡീഷ. അടുത്ത പോയിന്റ്, യുനെസ്കോയുടെ പൈതൃക സാംസ്കാരിക ആഘോഷങ്ങളുടെ പട്ടികയിൽ പുതുതായി ഉൾപ്പെടുത്തിയ ഇന്ത്യൻ ആഘോഷം ഏത് എന്നാണ് ചോദ്യം. അത് ഓപ്ഷൻ A ദീപാവലിയാണ്. യുനെസ്കോയുടെ പൈതൃക സാംസ്കാരിക ആഘോഷങ്ങളുടെ പട്ടികയിൽ പുതുതായി ഉൾപ്പെടുത്തിയ ഇന്ത്യൻ ആഘോഷം ദീപാവലിയാണ്. ഇനി താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നെഹ്റു ട്രോഫി വള്ളംകളിയുമായി ബന്ധപ്പെട്ട് ശരിയായ ചേരുന്ന ഏത് എന്നാണ് ചോദ്യം. അവിടെ ഓപ്ഷൻ A ആണ് ആൻസർ ആയിട്ട് വരിക. നമുക്കറിയാം, ഓഗസ്റ്റ് മാസത്തിലെ 2ാം ശനി, അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ ശനിയാഴ്ചയാണ് നമ്മൾ എന്തായിട്ട് ആചരിക്കുന്നത്, ഈ വള്ളംകളി സ്ഥിരം നടന്നു. ഓഗസ്റ്റ് മാസത്തിലെ 2ാമത്തെ ശനിയാഴ്ചയാണ് വള്ളംകളിക്ക് വേണ്ടി തിരഞ്ഞെടുക്കുക. അപ്പോൾ അവിടെ പറയുന്നുണ്ട്, സ്വാതന്ത്ര്യ ദിനാഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അനുബന്ധിച്ച് പുന്നമടക്കായൽ നടത്തുന്ന വള്ളംകളി, അത് ഓഗസ്റ്റ് 15 ഈ പറയുന്ന സ്വാതന്ത്ര്യ ദിനാഘോഷം, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ശരിക്കും അതുമായിട്ടൊരു ബന്ധവുമില്ല, പക്ഷെ ഓഗസ്റ്റ് മാസത്തെ 2ാം ശനിയാഴ്ചയാണ് എന്ത് ചെയ്യുന്നത്, ഇതിനു വേണ്ടി തിരഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും ശരിയായ പ്രസ്താവന ഓപ്ഷൻ A ആണ്. കൊച്ചി മംഗളൂരു വ്യവസായ ഇടനാഴി. അപ്പൊ കൊച്ചി മംഗളൂരു വ്യവസായ ഇടനാഴി പദ്ധതി നടപ്പാക്കുന്നതിനുള്ള ബംഗളൂരു വ്യവസായ ഇടനാഴി പദ്ധതി നടപ്പാക്കുന്നതിനുള്ള കേരള സർക്കാരിന്റെ നോഡൽ ഏജൻസി ഏത് എന്നാണ് ചോദ്യം. കിൻഫ്രയാണ് കേട്ടോ, കിൻഫ്ര. ഓപ്ഷൻ A ആണ്, കിൻഫ്രയാണ്. കിൻഫ്രയുടെ ഫുൾ ഫോം
കേരള ഇൻഡസ്ട്രിയൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ. അപ്പൊ എന്താണ് കിൻഫ്രയുടെ ഫുൾ ഫോം? എന്താണ് കിൻഫ്രയുടെ ഫുൾ ഫോം എന്ന് നോക്കാം. എന്താണ്? കേരള ഇൻഡസ്ട്രിയൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എന്നാണ്. അപ്പോൾ എന്താണ് കിൻഫ്രയുടെ ഫുൾ ഫോം എന്ന് വെച്ചാൽ എന്താണ്? കേരള ഇൻഡസ്ട്രിയൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ. കേരള ഇൻഡസ്ട്രിയൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എന്നാണ് കിൻഫ്രയുടെ ഫുൾ ഫോം എന്ന കാര്യം എന്ത് ചെയ്യുക? ഓർക്കുക. യെസ്, അടുത്തോട്ട് നമുക്ക് പോകുന്നു ഡിഗ്രി പ്രിലിംസ്. 3 ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്തു. അടുത്ത് പോകുന്നത് ഡിഗ്രി പ്രിലിംസിലേക്ക് നമ്മൾ പോവാണ്. ഡിഗ്രി പ്രിലിംസിന്റെ സ്റ്റേജ് 1, ഒന്നാമത്തെ സ്റ്റേജിലെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. 2/5/2026 മെയ് മാസം 2-ാം തീയതി നടന്ന പരീക്ഷയാണ്. അധികം ഒന്നും ചോദിച്ചിട്ടില്ല 1-നും 2-ലും. ചോദിച്ച അത്രയും നമുക്ക് എന്ത് ചെയ്യാൻ നോക്കാം. 2025 മികച്ച വനിതാ കളിക്കാരിക്കുള്ള ഫിഫ അവാർഡ് നേടിയത് ആര്? നമുക്ക് എല്ലാവർക്കും അത് അറിയാമത് ഐറ്റാന ബോൺമാറ്റി ആണ്. അടുത്തത് 2026 ഫിഫ വേൾഡ് കപ്പിന്റെ വേദി 3 സ്ഥലം: അമേരിക്ക, മെക്സിക്കോ, കാനഡ. അമേരിക്ക, മെക്സിക്കോ, കാനഡ. അമേരിക്ക എന്ന് പഠിച്ചാൽ തന്നെ ബാക്കി അവിടെ നിന്ന് കിട്ടും. അവിടെ ME അവിടെ നിന്ന് കിട്ടും എന്ത്? മെക്സിക്കോ എന്ന് കിട്ടും. CA അവിടെ നിന്ന് കിട്ടും എന്ത്? കാനഡ എന്ന് അവിടെ നമുക്ക് എന്ത് ചെയ്യും? കിട്ടും. അപ്പോൾ മുകളിൽ പറഞ്ഞവ എല്ലാം. അടുത്തതിലോട്ട് പോവാം. ടേബിൾ ടെന്നീസിൽ 2023 അർജുന അവാർഡ് നേടിയത് ആര് എന്നാണ് ചോദ്യം. 2023 അർജുന അവാർഡ് നേടിയ ടേബിൾ ടെന്നീസ് താരം ആര് എന്നാണ് ചോദ്യം. ഒരു വിദൂര ചോദ്യമാണ്. ഇത്തിരി ടൈറ്റ് ക്വസ്റ്റൻ ആണ്. ഓപ്ഷൻ A ആണ് ആൻസർ. ഐഹിക മുഖർജി ആണ്. 2023 അർജുന അവാർഡ് നേടിയ ഏക ടേബിൾ ടെന്നീസ് താരമാണ്. 2023 അർജുന അവാർഡ് നേടിയ ഏക ടേബിൾ ടെന്നീസ് താരം കൂടിയാണ് ഐഹിക മുഖർജി എന്ന കാര്യം ഓർക്കുക. അപ്പോൾ അവിടെ ചോദിച്ചിട്ടുള്ളത് 3 ചോദ്യങ്ങൾ മാത്രമാണ് കൃത്യമായിട്ട് കറണ്ട് അഫയർ എന്ന് വന്നിട്ടുള്ളത് ഡിഗ്രി പ്രിലിംസിന്റെ സ്റ്റേജ് 1-ന്. സ്റ്റേജ് 2 ഡിഗ്രി പ്രിലിംസിന്റെ സ്റ്റേജ് 2 എക്സാം 16/5/2026 മെയ് 16 നടന്നു. അതിന് ചോദിച്ച ചോദ്യങ്ങളൊന്ന് പരിശോധിക്കാം. ആത്മനിർഭർ ഭാരത് എന്ന് പറഞ്ഞാൽ ഇന്ത്യയെ സ്വയം പര്യാപ്തമാക്കി മാറ്റുക, ഇന്ത്യയെ സ്വന്തം കാലിൽ നിൽക്കാൻ ശേഷിയുള്ള ഒരു രാജ്യമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ച പദ്ധതിയാണ് ആത്മനിർഭർ ഭാരത് എന്ന് പറയുന്നത്. ഇവിടെ നോക്കിയേ, ഒന്നാമത്തത് ഇറക്കുമതി ആശ്രിതത്വം കുറയ്ക്കുക, ശരിയാണ്. വ്യാവസായിക മേഖലയിൽ വേഗത്തിലുള്ള സാങ്കേതികത സ്വീകരിക്കുന്നതാണ് ഊന്നൽ നൽകുക. വ്യാവസായിക മേഖലയിലും ആ പറയുന്ന സ്വയം പര്യാപ്തത കൊണ്ടുവരിക, ശരിയാണ്. കൃഷിയും അനുബന്ധ മേഖലകളും ശക്തിപ്പെടുത്തുക, കാർഷികപരമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ശക്തരാവുക, അതാണ് ഉദ്ദേശം. അപ്പം 3 സ്റ്റേറ്റ്മെന്റും ശരിയാണ്. മുകളിൽ പറഞ്ഞവ എല്ലാം എന്ന നിഗമനത്തിൽ നമുക്ക് എത്തിച്ചേരാം. അടുത്ത ക്വസ്റ്റ്യൻ 2026-27 കേരള സംസ്ഥാന ബജറ്റ് 2025 നവംബറിലെ കേരള ബജറ്റിൽ 2025 നവംബർ മുതൽ ഏത് ഭരണസമിതിക്കാണ് പ്രതിമാസം 1000 രൂപ ഗ്രാന്റ് നടപ്പിലാക്കിയത്? ഓപ്ഷൻ B ആണ് ADS അഥവാ കുടുംബശ്രീ ഏരിയ ഡെവലപ്മെന്റ് സൊസൈറ്റീസ്. കുടുംബശ്രീ ഏരിയ ഡെവലപ്മെന്റ് സൊസൈറ്റീസ് എന്ന് പറയുന്ന ADSനാണ് ഈ പറയുന്ന കണക്ക് 1000 രൂപ ഗ്രാന്റ് എന്ത് ചെയ്യുന്നത്? നടപ്പിലാക്കിയത്. ഓപ്ഷൻ B ആണ് ആൻസർ. അടുത്തോട്ട് പോകുന്നു. 2025 സെപ്റ്റംബറിൽ ഇന്ത്യയുടെ മൈൻസ് സെക്രട്ടറി, അതൊരു വല്ലാത്തൊരു ക്വസ്റ്റൻ ആയി പോയി, മൈൻസ് സെക്രട്ടറി ആയി നിയമിക്കപ്പെട്ടത് ആര്? ഓപ്ഷൻ B പീയൂഷ് ഗോയൽ ആണ്. പീയൂഷ് ഗോയൽ എന്ന പേരിലൊരു മന്ത്രി ഉണ്ട്, വ്യവസായ വകുപ്പ് മന്ത്രി. അദ്ദേഹം അല്ല ഇത് വേറൊരു പീയൂഷ് ഗോയലാണ്. ഒരു പക്ഷെ അതുകൊണ്ട് കൂടി ആവാം ആ ചോദ്യകർത്ത അവിടെ ചോദിച്ചത്. എന്നാലും അതൊരു കടുപ്പം ഉള്ള ക്വസ്റ്റ്യൻ ആയി പോയി. മൈൻസ് സെക്രട്ടറി ആയിട്ട് സെപ്റ്റംബർ മാസം 2020 സെപ്റ്റംബറിൽ നിയമിക്കപ്പെടുന്നത് പീയൂഷ് ഗോയൽ ആണ്. അടുത്ത പോയിന്റിലേക്ക് വരാം. ടൈറ്റ് ക്വസ്റ്റ്യൻ ആണ്, അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അടുത്തത് 2020 ജൂൺ മാസം ICCയുടെ ക്രിക്കറ്റിന്റെ ഹോൾ ഓഫ് ഫെയിം, ICC ഹോൾ ഓഫ് ഫെയിമിൽ ഉൾപ്പെടുത്തിയ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആര് എന്നാണ് ചോദ്യം. അത് മറ്റാരുമല്ല, അത് മഹേന്ദ്ര സിംഗ് ധോണിയാണ്. ഓപ്ഷൻ കാണുമ്പോൾ തന്നെ ആൻസർ ചെയ്യാൻ പറ്റും. കാരണം വിരാട് കോഹ്ലി ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുക, രോഹിത് ശർമ്മ കളിക്കുന്നുണ്ട്, ശിഖർ ധവാൻ വിരമിച്ചു പോയി. അതിൽ ആരാണ്? മഹേന്ദ്ര സിംഗ് ധോണിയാണ്. ദ ലെജൻഡറി മഹേന്ദ്ര സിംഗ് ധോണിയാണെന്ന കാര്യം ഓർക്കുക. അടുത്ത ചോദ്യം, അവസാനത്തെ ചോദ്യമാണ്. ഇന്ത്യയുടെ ദേശീയ ഹരിത ഹൈഡ്രജൻ ദൗത്യം, ഇന്ത്യയുടെ നാഷണൽ ഗ്രീൻ ഹൈഡ്രജൻ മിഷൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്നാണ് ചോദ്യം. നോക്കണേ, ഓപ്ഷൻ C ആണ് ആൻസർ. ഇന്ത്യയെ ആഗോള ഹരിത ഹൈഡ്രജൻ കേന്ദ്രമാക്കി, ഇന്ത്യയെ ഒരു ഗ്ലോബൽ ഹൈഡ്രജൻ ഹബ്ബാക്കി, ഇന്ത്യയെ ഒരു ഗ്ലോബൽ ഗ്രീൻ ഹൈഡ്രജൻ ഹബ്ബാക്കി മാറ്റുക എന്നാണ് ലക്ഷ്യം. അപ്പോൾ ഇത്രയും ചോദ്യം പരിശോധിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഏകദേശം 55 സ്ലൈഡ് ഉണ്ട്, 50-ൽ പരം 50+ ക്വസ്റ്റ്യൻസ് അല്ലേ?
50+ ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്തു ഇത്രയും നേരം കൊണ്ട് മെയ് മാസത്തെ ഇതൊരു സീരീസാണ് നമ്മൾ തുടരും. 50+ ക്വസ്റ്റ്യൻസ് 50+ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. നടന്നത് 5 പരീക്ഷകളാണ്. ഈ 5 പരീക്ഷകളിൽ നിന്ന് 50+ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിൽ നമുക്ക് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഒരു 90%ഉം നമ്മൾ പഠിപ്പിച്ച കണ്ടന്റ് തന്നെയാണ് വന്നിട്ടുള്ളതെന്ന് മനസ്സിലാക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ ഈ സീരീസ് നമ്മൾ തുടരും. നമ്മൾ അടുത്ത സീരീസ് എന്ത് ചെയ്യും? അടുത്ത ഈ പറയുന്ന മെയ് കഴിഞ്ഞു, അടുത്തത് നമ്മൾ ജൂണും നടക്കുന്ന പരീക്ഷകളും അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും? ഇതൊരു സീരീസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ചെയ്തു പോകും. അപ്പോൾ നിങ്ങൾക്ക് ഈ സെഷൻ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നോട്ട്സ് ലഭിക്കാൻ വേണ്ടി നമ്മുടെ ടെലഗ്രാം ചാനലിൻ്റെ പേര് ദ CA അനലിസ്റ്റ് തന്നെയാണ്. അതിനകത്ത് എന്ത് ചെയ്യുക? ജോയിൻ ചെയ്യുക. ജോയിൻ ആകാത്തവർ നിങ്ങൾക്ക് ഈ കണ്ടന്റ് ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എന്ത് ചെയ്യുക? ഷെയർ ചെയ്യുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു വെരി മച്ച്.